ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ചാറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് എന്താണ് പറയുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ നമുക്ക് നോക്കാം അവരെന്താണ് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുന്നത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നമുക്ക് നോക്കാം അവർ മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത് നോക്കാം. Ace of Swords, Judgment, High Priestess, King of Cup, Ten of Cup, Chariot, Wheel of Fortune. ബോട്ടം വന്നിട്ടുള്ളത് ക്വീൻ ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. ആദ്യം ബോട്ടം നോക്കാം. ബോട്ടം എനർജി വന്നിട്ടുള്ളത് ക്വീൻ ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണെന്നാണ് അവർ മറ്റുള്ളവരോട് പറയുന്നത്. നിങ്ങൾ ഒട്ടും തന്നെ വീക്കല്ല, പെട്ടെന്ന് ആരെയും വിശ്വസിക്കില്ല. നിങ്ങളെ മാത്രമല്ല എല്ലാവരും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. കാരണം ഇവരും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് അവർ പുറത്തു പറയുന്നത്. ഒരിക്കലും നിങ്ങൾ തമ്മിൽ എന്തൊക്കെ ക്ലാഷ് ഉണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളെ ഒരു തരത്തിലുള്ള റെസ്പെക്റ്റ് ഇല്ലാതെ അവർ സംസാരിക്കുന്നുണ്ടെങ്കിലും ഇൻസൾട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവരതൊന്നും പുറത്ത് പറയുന്നില്ല എന്നുള്ളതാണ്. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും സ്ട്രോങ് ആയിട്ടുള്ള, നിങ്ങളെ കണ്ടു പഠിക്കണം, നിങ്ങളൊരു റോൾ മോഡലാണ്, ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരാളാണ്, അഡ്വൈസ് തരാൻ പറ്റുന്ന ഒരാളാണ്, അതിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുന്ന ഒരാളാണ്. മാത്രമല്ല ഒരു നിങ്ങളോടൊരു കാര്യം പറയുമ്പം ഇമോഷണലി പെട്ടെന്ന് ഡൗൺ ആയി പോവില്ല. അവർക്ക് എന്ത് കാര്യവും, എത്ര പ്രശ്നത്തിലുള്ള കാര്യവും അവർക്ക് നിങ്ങളോട് പറയുമ്പോൾ കൃത്യമായിട്ടുള്ള ആൻസർ കിട്ടും. അങ്ങനെയാണ് അവർ മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് പറയുന്നത്. ഇതിൽ നിങ്ങൾ ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡാണ് എന്നുള്ളതാണ്. അല്ലാതെ ഒരു വളഞ്ഞ വഴി ചിന്തിക്കുകയോ തൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുകയും സെൽഫിഷ് അല്ലാത്ത അങ്ങനത്തെ ഒരാളാണ് എന്നാണ് അവർ മറ്റുള്ളവരോട് പറയുന്നത്. ഇതിലടുത്ത് ഏസ് ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏസ് ഓഫ് സോർഡ്സും ജഡ്ജ്മെൻറ്റും കൂടെ ചേരുമ്പം അവർ ശരിക്കും സത്യം പറയുന്ന ഒരാളാണ് നിങ്ങളെന്നാണ്. നിങ്ങൾ കള്ളത്തരം കള്ളത്തരം പറഞ്ഞൊരു കാര്യം സാധിക്കാനുള്ള അങ്ങനത്തെ ഒരാളല്ല എന്നാണ് അവർ നിങ്ങളെ പറ്റി പറയുന്നത്. മാത്രമല്ല നിങ്ങളെ കണ്ടതിന് ശേഷം അവരുടെ ലൈഫ് ആകെ മാറി എന്നാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളാണ് അവരുടെ ലൈഫിനെ മാറ്റിയത്. നിങ്ങൾക്ക് വളരെയധികം ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോള് വഹിച്ച ഒരാളാണ് നിങ്ങൾ എന്നാണ് അവർ മറ്റുള്ളവരോട് പറയുന്നത്. അപ്പം ഇതിൽ എന്തോ ഒരു സംതിങ് സ്പെഷ്യലായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടെന്നൊക്കെ ഇവർ പറയും. പിന്നെ ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ശരിക്കും ഒരു നിങ്ങളെന്ന് പറയുന്നത് ഒരു നിഗൂഢതയുള്ള ആളാണ്. അപ്പം നിങ്ങളൊരു സാധാ ആയിട്ടുള്ള ആളായിട്ട് അവർക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നില്ല എന്ന് തന്നെ അവർ പറയും. ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള, വളരെ ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള, കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ കിട്ടുന്ന, വരാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരാളാണ് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇവർ പാസ്റ്റിൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും ചിലപ്പോൾ കൊള്ളുമായിരുന്നിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ പോലും ഇവർ മറ്റുള്ളവരോട് പറയുമ്പം ആ ടോണേ മാറും. അല്ലെങ്കിൽ പറയുമ്പോൾ പിന്നെ അവർ പറഞ്ഞതാണ് നേരത്തെ ഇത് ചെയ്യരുതെന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞതാണ്, എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും വരുന്നത്, അത് അതുപോലെ സംഭവിച്ചു എന്നൊക്കെ പറയും. പല കാര്യങ്ങളും എന്നെ മുന്നറിയിപ്പ് തന്നതാണ്, പക്ഷെ എന്നിട്ട് ഞാൻ അത് അവഗണിച്ചതാണ്,
അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇത്രയും അബദ്ധം പറ്റിയത്, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു കാര്യം സംഭവിച്ചത്. അപ്പോൾ ചിലപ്പോൾ ഇപ്പം നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, ചില ആൾക്കാർ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, നോ കോണ്ടാക്റ്റ് ആണെങ്കിലും അവരത് മനസ്സിൽ വിചാരിക്കുന്നുണ്ടോ, അയ്യോ ഈ ഒരു സമയം എൻ്റെ ഈ ഒരു പ്രശ്നം ഞാൻ അവരോട് പറഞ്ഞിരുന്നെങ്കിൽ കൃത്യമായിട്ട് എനിക്കൊരു വഴി കാണിച്ചു തരുമായിരുന്നു, ഒരിക്കലും എന്നെ കൊണ്ട് ഒരു കുഴിയിൽ ചാടിക്കൂല, അങ്ങനത്തെ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ട് എന്ന് അവർക്കത് മനസ്സിലാവുകയും ചെയ്യും, അവർ മറ്റുള്ളവരോട് പറയും എന്നാണ് കാണുന്നത്. അതിൽ ശരിക്കും നിങ്ങളെ അവർ പ്രോത്സാഹിപ്പിക്കും കേട്ടോ. പ്രോത്സാഹിപ്പിക്കുമെന്ന് മാത്രമല്ല, ശരിക്കും ഒരു ആദരവ് നിങ്ങളോടുണ്ട്. അത് നിങ്ങളെ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്നത് കാണാൻ ഇവർക്ക് ഇഷ്ടമാണ്. നിങ്ങളെ മറ്റുള്ളവർ കുറ്റം പറയുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. അവർ ചിലപ്പോൾ കുറ്റം പറയുമായിരിക്കും, എന്നാലും മറ്റാർക്കും വിട്ടുകൊടുക്കൂല. അപ്പം അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ കുറ്റം പറയാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവർ നിങ്ങളെക്കുറിച്ച് പറയുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ കിങ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കിങ് ഓഫ് കപ്പ് എന്ന് പറയുന്നത് ഒരുപാട്, അതിൽ 10 ഓഫ് കപ്പും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരുപാട് പീസ് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് നിങ്ങളിൽ നിന്ന് ഒരുപാട് പീസ് അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അവർ പുറത്ത് പറയുന്നത്. എന്നുവെച്ചാൽ ഒരു ഇതിൽ 10 ഓഫ് കപ്പും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ അത്രയും അടുപ്പമുള്ള, അത്രയും സ്വാതന്ത്ര്യമുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിയെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞോളാം, ഞാൻ പറഞ്ഞ അനുസരിക്കും, അങ്ങനെയൊക്കെ അവർ മറ്റുള്ളവരോട് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ കാര്യം അത് അനുസരിക്കുന്ന ഒരാളാണ്. പിന്നെ മാത്രമല്ല, നിങ്ങൾ വളരെ കെയറിങ് ആയിട്ടുള്ള ഒരാളാണ്, ശരിക്കും ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരാളാണെന്നൊക്കെയാണ് അവർ മറ്റുള്ളവരോട് പറയുന്നത്. ചിലപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ അത്ര അഹങ്കാരം വേറെ ആർക്കും ഇല്ല എന്നുള്ളതായിരിക്കും, ഭയങ്കര അഹങ്കാരമാണ് എന്നൊക്കെയും പറയണത്. പക്ഷേ മറ്റുള്ളവരോട് അവർ ഈ ഒരു ടൈപ്പേ അല്ല സംസാരിക്കണത്. നിങ്ങൾ നല്ലൊരു കെയറിങ് ആയിട്ടുള്ള, വളരെ സത്യസന്ധതയുള്ള ആളാണ്, മറ്റുള്ളവരുടെ കാര്യമൊക്കെ നോക്കുന്ന ആളാണെന്നാണ് പറയുന്നത് കേട്ടോ. ഇതിൽ പിന്നെ ചാരിയട്ടാണ് വന്നിട്ടുള്ളത്. ചാരിയട്ട് എന്ന് പറയുന്നത് ചാരിയട്ടും വീൽ ഓഫ് ഫോർച്യൂണുമാണ്. അപ്പോൾ അത് നിങ്ങൾ ഈ വ്യക്തിയും തമ്മിൽ ഈ ഒരു ജന്മത്തിൽ ഒരു ജീവിതം ഉണ്ടാക്കേണ്ട, അല്ലെങ്കിൽ ഒരുമിക്കേണ്ട ആൾക്കാർ തന്നെയാണ്, കണ്ടുമുട്ടേണ്ട ആൾക്കാർ തന്നെയാണെന്നാണ് ഇവർ പറയുന്നത്. ശരിക്കും നിങ്ങളെക്കുറിച്ച് പറയുമ്പം അവരെപ്പോഴും നിങ്ങളെ ഒരിക്കലും താഴ്ത്തിക്കെട്ടി പറയാറില്ല. പൊതുവെ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ പേരിൽ അവർ ഒരു അഹങ്കരിക്കും, ചിലപ്പോൾ അഭിമാനിക്കും, അങ്ങനെയാണ് കേട്ടോ. ഇതിൽ നിങ്ങളെന്ന് പറയുന്ന അവരും തമ്മിൽ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള വ്യക്തി, അല്ലെങ്കിൽ അവരുടെ ഡെസ്റ്റിനിയിലുള്ള വ്യക്തിയാണ്, നിയോഗം ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഇത് ഞങ്ങൾ അതുകൊണ്ടാണ് ഒരുമിച്ചത്, അല്ലെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ, അവർ ചിലപ്പോൾ പറഞ്ഞേക്കാം, പാസ്റ്റ് ലൈഫൊക്കെ പറയാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അവർ പറയും ഇത് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരാളാണ്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ മാറ്റി നിർത്തിയിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല, എൻ്റെ ഒരു ജീവിതയാത്രയെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരാൾ തന്നെയാണ്. അഥവാ നിങ്ങൾ ഇപ്പം നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ പോലും അവർ ആരോടെങ്കിലും നിങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും, ഒരിക്കലും അങ്ങനെ അല്ലാതെ മാറ്റിയവർ പറയൂല എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ ഇത് അവരുടെ ഫീലിങ്സ് മുഴുവൻ അവർ പറയൂല കേട്ടോ. അവരുടെ ഉള്ളിലുള്ള ഫീലിങ്സ് എല്ലാം അവർ പറയൂല, കുറേ കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്യും. കാരണം ഹൈ പ്രീസ്റ്റസ് വന്നിട്ടുണ്ട്, അപ്പം ഒരു ഹിഡൻ എനർജി ഉണ്ട് ഇതിനകത്ത്. പക്ഷെ ഒരു കാർഡ് പോലും നെഗറ്റീവ് കാർഡ് വന്നിട്ടില്ല, ഇതിനകത്ത് എല്ലാ കാർഡും പോസിറ്റീവാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് യഥാർത്ഥത്തിലുള്ള ചിത്രം പോസിറ്റീവാണ്. ചിലപ്പോൾ അവരുടെ ഈഗോ കൊണ്ടോ അവർ ചെയ്ത മിസ്റ്റേക്ക് കൊണ്ടോ അത് സ്വയം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടോ ഒക്കെ അവർ സ്വയം ചിലപ്പോൾ ന്യായീകരിക്കുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളോട് കുറ്റം പറയുമായിരിക്കും. പക്ഷേ മറ്റുള്ളവരോട് പറയുമ്പോൾ നിങ്ങളെ ഒരിക്കലും താഴ്ത്തിക്കെട്ടി പറയാൻ അവർ ആഗ്രഹിക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. ഇത് ആർക്കൊക്കെ റെസണേറ്റ് ആകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഓവറോൾ എനർജി ഇത് കാണുന്ന ഏകദേശം ആൾക്കാർക്കും ഈ ഒരു എനർജി കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ സ്നേഹമാണ് എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു വ്യക്തി ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത്. ഇത് ചിലപ്പോൾ ചില ആൾക്കാർ പറയും ഇത് വീൽ ഓഫ് ഫോർച്യൂണും ജഡ്ജ്മെൻറ്റും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ഒരു മനസ്സിലെങ്കിലും വിചാരിക്കുന്നു അടുത്ത ജന്മത്തിൽ ഞങ്ങൾക്ക് അടുത്ത ജന്മത്തിലെങ്കിലും ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം. അത് ഈ ഒരു ജന്മത്തിൽ നിങ്ങളെപ്പോലെ വേറെ ആരെയും അവർ കണ്ടിട്ടില്ല. അത്രയും നിങ്ങൾക്ക്
അവർക്ക് വേറെ ആരും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ മാത്രമേ പറ്റുള്ളൂ. അതൊക്കെ അവർ പറയും കേട്ടോ. അങ്ങനെയാണ് നിങ്ങളെക്കുറിച്ച് പറയണത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.